62ാം സ്കൂൾ യുവജനോത്സവത്തിൻ്റെ 2ാം ദിനമാണ്. രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു. മഴ മാറിയിട്ടുണ്ട്, വെയിൽ വന്നു, വീണ്ടും ഉഷാറാവുകയാണ്. നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്നവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞതിന് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് തന്നെ കപ്പടിച്ചു. കപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും അവർ കോഴിക്കോട് തിരിച്ച് കപ്പ് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. നമുക്ക് ആൾക്കാരോട് ചെറിയ ചെറിയ ഒരു ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം. ഇത് കൊല്ലത്തെ കലോത്സവം നടക്കുകയാണല്ലോ. ഇത് എത്രാമത് സ്കൂൾ യുവജനോത്സവമാണ്? 62. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലായിരുന്നു നടന്നത്? കഴിഞ്ഞ കോഴിക്കോടാണ് കിരീടം നേടിയത്. സ്ഥലം, ജില്ല, ഏത് ജില്ലയിലായിരുന്നു? കോഴിക്കോട് വെച്ചാണ്. കറക്റ്റായിട്ട് ചേട്ടൻ 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊല്ലംകാരനാണല്ലോ, കൊല്ലത്താണ് തവണ നടക്കുന്നത്. അപ്പോൾ ഇത് എത്രാമത് സ്കൂൾ യുവജനോത്സവമാണ്? 62ാമത്. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, കഴിഞ്ഞ തവണ കലോത്സവം നടന്ന ജില്ല ഏതാണ്? കഴിഞ്ഞ തവണ കപ്പടിച്ചത്? എല്ലാ കാര്യങ്ങളും അറിയാം കലോത്സവത്തെ പറ്റി. തെറ്റ്. നിങ്ങൾ കലോത്സവത്തിന് വന്നതല്ലേ, പൊളി വൈബല്ലേ? ചെറിയ 3 ചോദ്യം ചോദിക്കട്ടാ. ഒന്ന്, നമ്മുടെ ഇത് എത്രാമത്തെ കലോത്സവമാണ്? 62. കഴിഞ്ഞ തവണ കലോത്സവം നടന്ന ജില്ല ഏതാണ്? കഴിഞ്ഞ കലോത്സവം കോഴിക്കോടാണ്. കോഴിക്കോടാണ്. കറക്റ്റ് ഉത്തരവാണ്. കഴിഞ്ഞ തവണ കപ്പടിച്ചത് ആരാണ്? കോഴിക്കോട്. എങ്ങനെയുണ്ട് പുതിയ വൈബൊക്കെ? തെറ്റാണ്. ചെറിയ 2 ചോദ്യമാണ്. ഇത് എത്രാമത്തെ കലോത്സവമാണ്? 62ാമത്തെ. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലാണ് ഈ കലോത്സവം നടന്നത്? കഴിഞ്ഞ തവണ ചേട്ടന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. കഴിഞ്ഞ തവണ കോഴിക്കോട് വെച്ചായിരുന്നു കലോത്സവം. കഴിഞ്ഞ തവണ കലോത്സവത്തിൽ കപ്പടിച്ചത് ഏത് ജില്ലയാണ്? തൃശ്ശൂർ. തെറ്റിപ്പോയി. കോഴിക്കോട് വെച്ചായിരുന്നു കലോത്സവം. കപ്പടിച്ചതും അവർ തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഏട്ടാ. അപ്പം നിങ്ങൾ കലോത്സവത്തിന് വന്നതല്ലേ, ഫുൾ വൈബാണ്. സ്ഥലം എവിടെയാണ്? അപ്പോൾ നമ്മൾ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇത് എത്രാമത്തെ സ്കൂൾ യുവജന കലോത്സവമാണ്? ഫ്ലെക്സിനകത്ത് 62ാമത്തെ കണ്ട്. ഫ്ലെക്സിനകത്ത് 62 ആണെങ്കിൽ 62 ആയിരിക്കും. കൃത്യമാണ്, 62 ആണ്. അടുത്തത്, കഴിഞ്ഞ തവണ സ്കൂൾ കലോത്സവം നടന്ന ജില്ല ഏതാണ്? നാണിക്കണ്ട, പറഞ്ഞു. കോഴിക്കോട് അല്ലായിരിക്കും. കറക്റ്റാണ്, കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് വെച്ചായിരുന്നു കഴിഞ്ഞ തവണത്തെ കലോത്സവം. കപ്പടിച്ചത് ഏത് ജില്ലക്കാരാണ്? നേരത്തെ ഗസീർപ്പം കിട്ടിയാ? ഒന്നുകൂടെ ചെയ്തു നോക്ക്. എറണാകുളം അല്ല, ഗസീർപ്പൊക്കെ കിട്ടും. ഇങ്ങനെ നാണിച്ചത് എങ്ങനെ പറഞ്ഞു? 14 ജില്ലയില്ലേ കേരളത്തില്? ഒരു ജില്ല ഗസ് ചെയ്യണോന്നേ? പാലക്കാട്. ഒട്ടുമല്ല. കോഴിക്കോട് വെച്ച് നടന്നു, കോഴിക്കോട് തന്നെ കപ്പടിച്ചു. അപ്പോൾ ഓക്കെ, എല്ലാം വൈബ് സെറ്റാണ്, എൻജോയ് ചെയ്യണം. സെറ്റ്. നമ്മളെ കണ്ടപ്പോഴേ വരണ്ടിരിക്കുകയാണ്. വല്ലതും ചോദിക്കുമെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, എൻജോയ് ചെയ്യാമെന്നല്ലേ? അപ്പോൾ ഈ കൊല്ലത്ത് നടക്കുന്നത് എത്രാമത്തെ സ്കൂൾ യുവജനോത്സവമാണ്? 62. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലായിരുന്നു കലോത്സവം നടന്നത്? കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ കപ്പടിച്ചത് ഏത് ജില്ലക്കാരായിരുന്നു? കോഴിക്കോട്. അപ്പൊ ഇത്തവണ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്യണം കലോത്സവ വൈബ്. കലോത്സവ വൈബ് എങ്ങനെയുണ്ട്? നമ്മള് കലോത്സവത്തിന് വന്നതല്ല, പിന്നെന്താ ഈ കോമ്പൗണ്ടിനകത്ത് കാര്യം? കോളേജിലോട്ട് പോണ വഴിക്ക് ജസ്റ്റ് ഇവിടെ വെറുതെ 2 ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോ ഇത് എത്രാമത് സ്കൂൾ യുവജന കലോത്സവമാണ്? ഗസ് ചെയ്യാം. 62. കറക്റ്റാണ്. അപ്പം പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും കൂടെ, കഴിഞ്ഞ തവണ ഏത് ജില്ലയിൽ വെച്ചാണ് കലോത്സവം നടന്നത്? അറിയത്തില്ല. കേരളത്തിൽ 14 ജില്ലകളുണ്ട്, ഒരെണ്ണം ഗസ് ചെയ്യുക. മറ്റേ PSC കറക്കി കുത്തൂലേ, അതേപോലെ ഒന്ന് കറക്ക്. കോഴിക്കോട്. കറക്റ്റാണ്. കോഴിക്കോട് കറക്റ്റ് ഉത്തരമാണ്. അപ്പൊ കറക്കി കുത്തിയാലും ചിലപ്പോൾ വീഴും. അപ്പോൾ ഒന്നും കൂടെ ഉണ്ട്. കഴിഞ്ഞ തവണ കപ്പടിച്ചത് ഏത് ജില്ലക്കാരാണ്? അയ്യോ, കാസർഗോഡല്ല. കഴിഞ്ഞ തവണ കപ്പടിച്ചതും കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ ഓക്കെ, കലോത്സവത്തിന് വന്ന അല്ലെങ്കിലും ചുമ്മാ 2 പരിപാടി കണ്ടിട്ട് പോകണം. ഓക്കെ, ഇവിടെ UFAയുടെ യൂത്ത് ബ്രിഗേഡാണ്. അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള പ്രവർത്തനമൊക്കെ? കലോത്സവം കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കലോത്സവം വളരെ വർഷങ്ങൾക്ക് ശേഷം
കൊല്ലം പട്ടണത്തിലേക്ക് കലോത്സവം വരുമ്പോൾ അതിൻ്റെ എല്ലാ പ്രൗഢിയും നഷ്ടപ്പെടാതെ ഇവിടെ വരുന്ന മുഴുവൻ മത്സരാർത്ഥികൾ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികൾ വരുമ്പോൾ അവരെ DYFIയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ സഹായിക്കുക. കൊല്ലത്ത് വന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ DYFIയെ സംബന്ധിച്ചോളം ലഘുഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്, സൗജന്യമായി വെള്ളം, കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്, 3-ലേറെ ആംബുലൻസ് സംവിധാനം ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നു. പിന്നെ സ്നേഹവണ്ടിയുടെ ഉദ്ദേശം ഈ മത്സരാർത്ഥികൾക്ക് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോകാൻ വേണ്ടി സൗജന്യമായി DYFIയുടെ സ്നേഹവണ്ടികൾ ഓടുന്നുണ്ട്. കഴിവ് നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് എത്രാമത് കലോത്സവമാണ് കൊല്ലത്ത് നടക്കുന്നത്? കൊല്ലത്ത് എൻ്റെ ഓർമ്മയിൽ രണ്ടാമത്തെയാണ്. ഇതിന് മുന്നേ നടന്ന അറിയത്തില്ല എനിക്ക്. എൻ്റെ ഓർമ്മയിൽ ഇത് രണ്ടാമത്തെയാണ്. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഒരിക്കൽ നടക്കുന്നത് മൊത്തം 4ാമത്തെ കലോത്സവമാണ് മുഴുവനും. മൊത്തത്തിൽ ഇത് 62ാമത്തെ കലോത്സവമാണ്. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലായിരുന്നു കലോത്സവം അരങ്ങേറിയത്? കോഴിക്കോട്. അത് രണ്ടാമത്തെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് കഴിഞ്ഞ തവണ കപ്പടിച്ചത് ഏത് ജില്ലക്കാരാണ്? കോഴിക്കോട് ജില്ല. ചോദ്യം ചോദിക്കാനാണെന്ന് പറയണ്ടായിരുന്നു. തരമില്ല. മക്കളെ SPC എങ്ങനെയുണ്ട്? ആണാണ്, ഞങ്ങൾക്ക് നല്ലപോലെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിയുന്നിടത്തോളം ആൾക്കാരെ സഹായിക്കുക. അതെ. പിന്നെ ഞങ്ങൾക്ക് അനുകൂലമാണ് ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും എല്ലാം. ചെറിയ മഴ ഉണ്ടായിരുന്നു, മഴ മാറി വെയിൽ വന്ന് തുടങ്ങി, പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊല്ലത്ത് നടക്കുന്നത് എത്രാമത്തെ കലോത്സവമാണ്? 62. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലായിരുന്നു കലോത്സവം? കഴിഞ്ഞ ജില്ലയിൽ അത് 14 ജില്ലയുണ്ട് കേരളത്തിൽ. ഗസ് ചെയ്യാം. കഴിഞ്ഞ തവണ കോഴിക്കോടായിരുന്നു കലോത്സവം. കലോത്സവം നടന്നത്. കഴിഞ്ഞ തവണ കപ്പടിച്ചത് ഏത് ജില്ലക്കാരായിരുന്നു അറിയോ? ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കഴിഞ്ഞ തവണ കലോത്സവം നടന്നത് കോഴിക്കോടാണ്, കപ്പടിച്ചതും കോഴിക്കോട്. എവിടെ പോകുന്ന കലോത്സവം എൻജോയ് ചെയ്യാൻ വന്നല്ലേ? പിന്നെ ഇങ്ങനെ പോയാ എങ്ങനെയുണ്ട് കൊല്ലത്തിന്റെ? നല്ലതാ. അതെ. ഇപ്രാവശ്യത്തെ കലോത്സവം ഇവിടെ ആയതുകൊണ്ട് അടിപൊളിയായിരിക്കും. രണ്ട് ചോദ്യം ചോദിച്ചോട്ടെ, ഇത് എത്രാമത് സ്കൂൾ കലോത്സവമാണ്? 62. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലായിരുന്നു കലോത്സവം അരങ്ങേറിയത്? കോഴിക്കോട്. കഴിഞ്ഞ തവണ കപ്പടിച്ചത് ഏത് ടീമായിരുന്നു? കോഴിക്കോട്. എല്ലാം തെറ്റാണ്. കുറെ ആൾക്കാർ പറഞ്ഞില്ല, കറക്റ്റാ പറഞ്ഞു. അപ്പോൾ എൻജോയ് കലോത്സവം. താങ്ക് യു. ഓടരുത് അമ്മാവാ, ആളറിയാം. കലോത്സവം എൻജോയ് ചെയ്യാൻ വന്നതല്ലേ, പിന്നെ ഇങ്ങനെ ഓടിയ എങ്ങനെയാ? കലോത്സവം എൻജോയ് ചെയ്യാൻ വന്നതല്ലേ. എവിടുത്തേരാണ്? കൊല്ലംകാരാ. രണ്ട് ചോദ്യം ചോദിക്കട്ടാ, കുഞ്ഞു ചോദ്യം. ഇത്തവണ ഇത് എത്രാമത്തെ കലോത്സവമാണ്? 62. കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയില്. കോഴിക്കോട്. കുട്ടി പറഞ്ഞില്ലേ കാസർഗോഡല്ല, കോഴിക്കോടാ. ഞാൻ കറക്റ്റ്. ഹലോ, എന്തുണ്ട് കൊല്ലത്തെ കലോത്സവം? കാണാമെന്നല്ലേ? എൻജോയ് ചെയ്യല്ലേ? രണ്ട് ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, വളരെ നിസ്സാരം. ഇത് എത്രാമത്തെ സ്കൂൾ യുവജന കലോത്സവമാണ്? 62. കറക്റ്റ് ആണ്. 64. ഓക്കെ. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലായിരുന്നു കലോത്സവം നടന്നത്? ആലപ്പുഴയല്ല, കോഴിക്കോടാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ തവണ കപ്പടിച്ചത് ഏത് ജില്ലക്കാരാണെന്ന് അറിയോ? കോഴിക്കോട്. അപ്പം ഗംഭീരമായിട്ടുണ്ട്, എല്ലാവരും ഉഷാറാണ്. കുറെ വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് കലോത്സവം വരുന്നത്. അതിന്റെ ഒരു ആവേശം എല്ലാവർക്കും ഉണ്ട്. ഇത് എത്രാമത് സ്കൂൾ യുവജന കലോത്സവം എന്നറിയോ? 62. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലായിരുന്നു കലോത്സവം അരങ്ങേറിയത്? ഗസ് ചെയ്തോ? ആലപ്പുഴയല്ല, കോഴിക്കോട് തന്നെയാണ്. ഒരു ചോദ്യം കൂടി, അവസാന ചോദ്യം. കഴിഞ്ഞ തവണ ഏത് ജില്ലക്കാരാണ് കപ്പടിച്ചത്? കോഴിക്കോട് നടന്നു, കോഴിക്കോട് തന്നെ കപ്പടിച്ചു. ഇത്തവണ കൊല്ലംകാർ അടിക്കുവോ? ഇപ്പം കോഴിക്കോടാണല്ലോ മുന്നിലെ. കൊല്ലം തൊട്ട് ഇന്നലെയൊക്കെ 3ാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു, കുറേ നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും മികച്ച കഴിവുറ്റവര് വരട്ടെ. എന്തായാലും ഇത്രയും കലാകാരും വന്ന ഈ മണ്ണ് കുറെ കൂടെ പവിത്രമായി. ഞങ്ങൾ കൊല്ലം ഇപ്പോൾ ഒരു ഗ്ലാമർ പരിവേഷത്തിലാണ്, ഞങ്ങൾ സെലിബ്രിറ്റികളായ ഒരു രീതിയിലാണ്. അപ്പോൾ എൻജോയ്.
തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട്? കലോത്സവം അടിപൊളിയാണ്. ഞാൻ ഇന്നലെ ഉദ്ഘാടനത്തിന് വന്നു, അത് കഴിഞ്ഞ് വൈകിട്ട് വന്നു. ഇപ്പോഴും രാവിലെ വന്നതാണ്. രാവിലെ വന്ന് കുറച്ച് നേരം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം വെള്ളക്കെട്ടൊക്കെ ഉണ്ട്, എങ്കിലും അതിനൊക്കെ പരിഹാരം ഉടനെ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടു. ഇത് എത്രാമത് കലോത്സവം എന്നറിയോ? ഇത് 62ാമത്തെ. കഴിഞ്ഞ അങ്ങേ ട്രിപ്പ് ഇവിടെ കൊല്ലത്ത് വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ കലോത്സവം ഏത് ജില്ലയിലാണെന്ന് അറിയോ ഏട്ടാ? അത് കോഴിക്കോടില്ലേ? കപ്പടിച്ച ടീം കോഴിക്കോട്. അതിനൊക്കെ കൊല്ലം ഇപ്രാവശ്യം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യം നമ്മളും അതെ കൊല്ലത്ത് വരട്ടെ. അവര് പോയിന്റ് പട്ടികയിൽ മുന്നിൽ തന്നെ ഉണ്ട് കൊല്ലം. കൊല്ലമുണ്ട്. ഓക്കെ ചേച്ചി, കലോത്സവം എൻജോയ് ചെയ്യുമെന്നല്ലേ? അതെ, അല്ല ഇവർക്ക് പ്രോഗ്രാം ഉണ്ട് മോൾക്ക്. അതെ അതെ. എന്ത് പ്രോഗ്രാം ഉള്ളത്? സംസ്കൃത പദ്യം ഒന്നിലുണ്ടായി, എ ഗ്രേഡ് ഉണ്ട്. ഇന്നില്ല, ഇന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നിരിക്കണ്ട. ഇത് എത്രാമത് കലോത്സവമാണ്? 62. കഴിഞ്ഞ തവണ കലോത്സവം പെടുമ്പോൾ ജില്ല എന്നറിയോ? കോഴിക്കോട്. കഴിഞ്ഞ തവണ കപ്പടിച്ചത് ഏത് ജില്ലക്കാരാണ്? അതറിയൂല. അതറിയില്ല. കോഴിക്കോടാ നടന്നേ, കോഴിക്കോട് തന്നെ കപ്പടിച്ചു. ഇത്തവണ കൊല്ലം അടിക്കുമോ? നിങ്ങളെ ജില്ലക്കാരാ? എറണാകുളം. ഓക്കെ, വളരെ കാര്യമായിട്ട് ഡ്യൂട്ടി ചെയ്യാണ്, കർമ്മനിരതരാണ് രാവിലെ. ഇത് എത്രാമത്തെ കലോത്സവം എന്നറിയോ? കഴിഞ്ഞ തവണ ഏത് ജില്ലയിലാണ് കലോത്സവം നടന്നതെന്നറിയോ? കോഴിക്കോടല്ലേ? ആണോ? കഴിഞ്ഞ തവണ ഏത് ജില്ലക്കാരാണ് കപ്പടിച്ചെന്നറിയോ? ആയിരിക്കും, ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാണ്, അതിൻ്റെ കൂടെ ഡ്യൂട്ടിയും ചെയ്യണം. നിങ്ങൾ കൊല്ലംകാരല്ലേ? എവിടാ കൊല്ലത്ത്? മാടന്നട. ഞാൻ താമരക്കുളം. അടുത്ത് തന്നെ. ഓക്കെ, ഹലോ. മൊബൈൽ കൊണ്ട് മറക്കരുത്, കണ്ടുപിടിച്ചു. അപ്പോൾ കലോത്സവം എൻജോയ് ചെയ്യാൻ വന്നതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. എത്രാമത്തെ കലോത്സവം എന്നറിയോ? 62. ഇത് കഴിഞ്ഞ തവണ ഏത് ജില്ലയിലാണ് കലോത്സവം നടന്നതെന്നറിയോ? അറിയത്തില്ല. അറിയത്തില്ല. കോഴിക്കോട് വെച്ചാണ് നടന്നത്. ഏത് ടീമാ കപ്പടിച്ചെന്നറിയോ? അതും കോഴിക്കോടാണ്. ഹലോ, കലോത്സവം കാണാൻ വന്നതല്ലേ? പിന്നെ ഇങ്ങനെ നാണിച്ച എങ്ങനെയാ? അപ്പോ ഇത് എത്രാമത് കലോത്സവം എന്നറിയോ കേരളത്തിൽ നടക്കുന്നേ? 62. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലാണ് കലോത്സവം നടന്നതെന്നറിയോ? അറിയത്തില്ല. ഏത് ജില്ലക്കാരാ കപ്പടിച്ചെന്നറിയോ? ആരാ ഇങ്ങനെ പറയുന്നത്? ചേട്ടൻ കൊല്ലംകാരൻ തന്നെയല്ലേ? ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇത്തവണ കലോത്സവം വരുന്നത്. ശേഷമാണ് നമ്മൾ ഇതിവിടെ വരുന്നത്. നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കാലാവസ്ഥ മാറി വരുന്നു. ഇന്നലെ നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. ഇന്ന് നല്ല കാലാവസ്ഥ മാറി. സംഘാടക സമിതിയൊക്കെ നല്ല ആൾക്കാരാണ്, നല്ല വൃത്തിയായിട്ട് പോയത്. ചേച്ചി, കലോത്സവം എൻജോയ് ചെയ്യുമെന്നല്ലേ? ഞങ്ങൾ അതിസംബന്ധമായിട്ടുള്ള ജോലിക്ക് വന്നിയ തൊഴിലുറപ്പിന്റെ ജോലിയുടെ കൂടെ കുറച്ച് കലാപരിപാടികളും കാണാം കുട്ടികളുടെ. എത്രാമത്തെ കലോത്സവം എന്നറിയോ? 62ാമത്തെ. കഴിഞ്ഞ തവണ എവിടെ നടന്നതെന്നറിയോ കലോത്സവം? ഏത് ജില്ലയിലാണെന്ന്? ഞങ്ങൾ ഇവിടെ. കഴിഞ്ഞ തവണ ഏത് ജില്ലക്കാരാ കപ്പടിച്ചതെന്നറിയോ? 1ാം സ്ഥാനം. 14 ജില്ലയുണ്ട്. ചേച്ചി ഒന്ന് പറഞ്ഞോ, ചിലപ്പോ കറക്റ്റാ കിട്ടും. തെറ്റിപ്പോയാൽ കോഴിക്കോട് തന്നെയാണ് കപ്പടിച്ചത്. കോഴിക്കോട് തന്നെ കപ്പടിച്ചത്. ഇല്ല, വർക്കില്ല. ശരി. എങ്ങനെയുണ്ട് കലോത്സവ വൈബ്? നല്ല രസം. മത്സരിക്കാൻ വന്നതാണോ കാണാൻ വന്നതാണോ? മത്സരിക്കാൻ വന്നതാണ്. ഏതാണ് ഐറ്റം? എപ്പോഴാണ് അത്? കഴിഞ്ഞു, ഇന്നലെ. കൊല്ലംകാരിയാണോ അതോ? മലപ്പുറം. മലപ്പുറത്ത് നിന്ന് വന്നിരിക്കുകയാണ് പങ്കെടുക്കാനായിട്ട്. ഇത് എത്രാമത് സ്കൂൾ യുവജന കലോത്സവം എന്നറിയോ? 62. മത്സരിക്കുന്നവർക്ക് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കുമല്ലോ. കഴിഞ്ഞ തവണ എവിടെയായിരുന്നു കലോത്സവം? ഏത് ജില്ലയിലായിരുന്നു? ജില്ലയിൽ കോഴിക്കോട്. പങ്കെടുത്തിരുന്നോ? ഇല്ല, ഫസ്റ്റ് ടൈം. കഴിഞ്ഞ തവണ ഏത് ജില്ലക്കാരാ കപ്പടിച്ചതെന്നറിയോ? കോഴിക്കോട്. ഉറപ്പാണോ? 100% ഗ്യാരണ്ടി? ഓക്കെയാണ്, കറക്റ്റാണ്. ഓക്കെ.
ആണാണ് ഞങ്ങൾ 24 ന്യൂസ് കാണുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. നേരം വെളുത്ത 7 മണിക്ക് ഇത് SK ആണ് കാണുന്നത്. രാവിലെ തുടങ്ങിയ രാത്രി വരെയും എപ്പോൾ ന്യൂസ് കണ്ടാലും SKയുടെ ന്യൂസ്. എങ്ങനെയുണ്ട് കലോത്സവമൊക്കെ വൈബ്? കൊള്ളാം. എല്ലാവരും കൊല്ലംകാരാണോ അതോ അതെ, കൊല്ലംകാരാ. ഇവിടെ കൊല്ലംകാരാണ്. ഈ കൊല്ലത്ത് നടക്കുന്നത് എത്രാമത്തെ കലോത്സവം എന്നറിയോ? 62. കൊല്ലത്തുള്ളതോ? ആ, ഇപ്പൊ വന്നത് 16 16 16 വർഷം 62 മൊത്തത്തിലുള്ള. അതാ ചോദിച്ചേ. അപ്പോൾ കഴിഞ്ഞ തവണ ഏത് ജില്ലയിലായിരുന്നു ഈ കലോത്സവം നടന്നത്? കോഴിക്കോട്. ഏത് ടീമാ കപ്പടിച്ചത്? ഓക്കെ, അപ്പോൾ കലോത്സവം എൻജോയ് വൈബ്. ഹലോ പൂവല്, എന്താണിത്? കലോത്സവം എൻജോയ് ചെയ്യാൻ വന്നല്ലേ? കൊല്ലംകാരിയാണോ? എവിടാണ് കൊല്ലത്ത്? കൊല്ലം ഇങ്ങനെ നാണിക്കാണ്ട് പറയുന്നേ. മിയന്നൂർ. ഇത് എത്രാമത് സ്കൂൾ കലോത്സവം എന്നറിയോ? 52. അല്ല, 10 കുറഞ്ഞു പോയി 62. കഴിഞ്ഞ തവണ ഏത് ജില്ലയിലാണ് കലോത്സവം നടന്നത്? അറിയത്തില്ല. തിരുവനന്തപുരം. കോഴിക്കോടാണ്. കഴിഞ്ഞ തവണ കപ്പടിച്ച ഏത് ജില്ലക്കാരാണെന്ന് അറിയോ? അറിയത്തില്ല. കോഴിക്കോടാണ്. ഇനി മറക്കില്ലല്ലോ. ഇല്ല. ഓക്കേ, അപ്പോൾ കലോത്സവം എൻജോയ് ചെയ്യാൻ വന്നതാണ്. കൂടെ ഇരുന്ന ആൾക്കാർ നമ്മളെ കൊണ്ട് ഓടി കളഞ്ഞു. പിറക്കി ഓടിച്ചിട്ട് പിടിക്കണം. ഓക്കേ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.